നിങ്ങളൊരു വർക്കിംഗ് പാരന്റ് ആണോ? കുഞ്ഞിനെ നോക്കാനായി വീട്ടിൽ ആരുമില്ലാത്ത സാഹചര്യമാണ്. ഡേ കെയറിൽ വിടുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സോഷ്യലൈസേഷൻ തന്നെയാണ്. അവരുടെ പ്രായത്തിലുള്ള മറ്റു കുട്ടികളുമായിട്ട് അവർക്ക് കളിക്കാനും ഇടപഴകാനും എല്ലാം അവസരം ലഭിക്കുന്നു. അത് അവരുടെ ഭാഷാ സംസാരത്തെ ഡെവലപ്പ് ചെയ്യുന്നു, ഇമോഷണൽ സ്കിൽസിനെ ഇംപ്രൂവ് ചെയ്യുന്നു. അങ്ങനെ പലതരത്തിലുള്ള ഗുണങ്ങളും അതുമൂലം ഉണ്ടാവുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ക്രീൻ ടൈം കുറയ്ക്കാം എന്നുള്ളതാണ്. കാരണം പല അമ്മമാരും വീട്ടിൽ കുറെ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ പറയുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കുട്ടികൾക്ക് മൊബൈൽ ഫോൺ വേണം എന്നുള്ള വാശിയാണ്. പക്ഷേ ഡേ കെയറുകളിൽ സംഭവിക്കുന്നത് അവിടെ ഒരുപാട് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലേ, അതുപോലെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ്, സ്റ്റോറി ടൈം, അതുപോലെ പാട്ടുകള്, അങ്ങനെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസിലൂടെ അവർ സമയം ചെലവഴിക്കുന്നു. അപ്പം ഈ വീട്ടിൽ വാശി പിടിക്കുന്ന ആ ഒരു സ്ക്രീൻ ടൈമിന് വേണ്ടി വാശി പിടിക്കുന്ന ആ ഒരു പ്രശ്നം ഒഴിവാക്കാം. അടുത്തതായി പ്രിപ്പറേഷൻ ഫോർ സ്കൂൾ. അവര് സ്കൂളിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു സ്ട്രക്ചേർഡ് എൻവയറമെന്റിൽ എങ്ങനെ ഇരിക്കാം, അല്ലെങ്കിൽ ഒരു ഏർലി ലിറ്ററസി അവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതും കൂടെ അവരെ നന്നായിട്ട് സ്കൂൾ ലെവലിലോട്ട് പോകുമ്പോഴത്തേക്കും അവരെ നന്നായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അടുത്തതായി അത് അവരെ ഒരു സ്ട്രോങ്ങർ ഇമ്മ്യൂണി സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഡേ കെയറുകളിൽ പല വീടുകളിൽ നിന്നും വരുന്ന കുട്ടികളാണ്. അവര് തമ്മിൽ കളിക്കുന്നു, ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അപ്പൊ അത് അവരുടെ ഇമ്മ്യൂണി സിസ്റ്റം നല്ല സ്ട്രോങ്ങർ ആയിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ടും സഹായിക്കും. അടുത്തതായി കുട്ടികൾ കുറച്ചുകൂടെ ഇൻഡിപെൻഡന്റ് ആവാനായിട്ട് പഠിക്കും എന്നുള്ളതാണ്. കാരണം വീട്ടിലാവുമ്പോൾ അവരുടെ മിക്ക കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ്. അല്ലെങ്കിൽ അവിടെ ചിലപ്പോൾ വാശി പിടിച്ച് നമ്മൾ തന്നെ ചെയ്തു കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻസ് വരും. പക്ഷേ ഡേ കെയറിലാണെങ്കിൽ അവരുടെ സ്വയം കുറച്ച് അത്യാവശ്യമായ കാര്യങ്ങളെല്ലാം അവർ സ്വന്തം ചെയ്യാനായിട്ട് കുറച്ചുകൂടെ നേരത്തെ പഠിച്ചെടുക്കും. ഇപ്പം ഭക്ഷണം കഴിക്കാൻ കൈ കഴുകുന്നത്, കഴിക്കുന്നത്, അത് കഴിഞ്ഞ് കൈ കഴുകുന്നത്, അവരുടെ ഇരുന്ന സ്ഥലം ക്ലീൻ ചെയ്യുന്നത്, അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവരുടെ ആ ഒരു ഏജിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് ഡേ കെയറിൽ നിന്നും ഇൻഡിപെൻഡന്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നല്ലൊരു സ്റ്റിമുലേറ്റിംഗ് എൻവയറമെന്റ് ആണ് അവർക്ക് ഡേ കെയറിൽ കിട്ടുന്നത്. അത് അവരുടെ സംസാരം, ഭാഷ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ഫിസിക്കൽ ആക്ടിവിറ്റി, അങ്ങനെ പലതരത്തിലുള്ള സ്കിൽസും ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അവിടെ ഇന്ററാക്ഷൻ കൂടുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഗുണങ്ങളും ഈ ഡേ കെയറുകളിൽ നിന്നും ലഭിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഡേ കെയർ ഏറ്റവും നല്ലതായിരിക്കണം, നല്ലൊരു എൻവയറമെന്റ് ഉള്ളതായിരിക്കണം എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ഡേ കെയറിൽ വിടേണ്ടി വരുന്ന പാരന്റ്സ് യാതൊരു കാരണവശാലും കുറ്റബോധത്തിന്റെയോ വിഷമത്തിന്റെയോ ആവശ്യമില്ല. അവർക്ക് ഇത്തരത്തിലുള്ള പല ബെനിഫിറ്റുകളും അതിൽ നിന്നും ലഭിക്കുന്നുണ്ട്. ശരിയല്ലേ?